ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാർ ഒത്തുചേർന്ന് ഒരു സെലിബ്രേഷൻ നടത്തുന്നതാണ്. അമേരിക്കക്കാരനായ കൂട്ടുകാരൻ നേതൃത്വം കൊടുക്കുന്നതാണ് ഈ ഗെറ്റ് ടുഗദർ. ഇവിടെ എത്തിയ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ടാർഗറ്റ് ചെയ്താണ് കഥ അരങ്ങേറുന്നത്. ഇവിടെ വച്ച് പഴയ കൂട്ടുകാരിയുമായുള്ള ഭർത്താവിന്റെ ബന്ധം ഞങ്ങൾ ആളിക്കത്തിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രാങ്ക് പൂരം എന്താണെന്ന് കാണാം. വെളുത്തുപോയി. നീ അത് പോട്ട് ബിജോളിനെ നോക്കൂ. ബിജോളി എത്ര വയസ്സ് നമ്മുടെ പഠിച്ച മനുഷ്യൻ പറയൂ. കൂട്ടത്തിൽ ഇച്ചിരി പ്രായമുള്ള ആളെ പോലെ തോന്നുന്നു. ഞാൻ 2 വയസ്സ് മുന്നേ ചേർന്നേ. നമ്മളെ മാഷുണ്ട്. എടാ മാഷ് വരൂലേ? വരൂ. ഇപ്പൊ മൂക്കുപ്പൊടി വരും. മൂക്കുപ്പൊടി മാത്രമേ നമ്മുടെ കൂടെ ഉള്ളതില് നീ സാറിനെ മാത്രമല്ലേ വിളിച്ചോളൂ. ഞാൻ സാറിന് ടീച്ചറിനെ വിളിച്ചു. ടീച്ചർ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മിനി വരും. മിനിയൊക്കെ പറഞ്ഞു എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഇരുന്നേ പറ്റൂ. അപ്പോഴാണ് ഇവന്റെ കേസ് പറഞ്ഞപ്പം ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ടും. എല്ലാവരല്ലേ എല്ലാവരും വന്നില്ലെങ്കിൽ അതിശയുള്ളൂ. പരിചയപ്പെടുത്ത് രുചി. സിനി സിനി നമ്മുടെ കൂടെ ഉള്ളതിൽ മാച്ചിങ് മിനി സിനി. മിനി സിനി അല്ല, ആ പേരില് കണ്ടോ, പേരില് വരെ നിങ്ങള് പ്രേമിച്ചിട്ടല്ലേ? അതിനൊരു ചോദ്യമുണ്ട് അവന്റെ കാര്യത്തില്. ഗ്ലാമർ ഉള്ളവര് തമ്മിൽ പ്രേമിക്കും. എടി പിന്നെ നമുക്ക് എല്ലാവരും കൂടെ വരാനുള്ളൂ. ഇല്ല എല്ലാരും സാറ് സാറ് സാറോട് വന്നിട്ട് വാ, എല്ലാരും വാ. അതെ, ഞങ്ങള് ചില ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ അടുത്തും ചോദിക്കാം വിശേഷങ്ങൾ. ഞാനൊന്നും മിണ്ടാതെ തന്നെ അവളെ വിളിച്ചത് നമ്മുടെ ഫംഗ്ഷന്. അവരെ ഓക്കെ അവരെ നമ്മൾ ഗസ്റ്റ്, അവർക്ക് ഫംഗ്ഷൻ. ഇത് വന്ന് ഇത്രയും ആൾക്കാരുന്നു. ഇതല്ലേ പൊടി പൊടി. സാറേ റെജിയാണേ, വൈഫ് കൊണ്ട് കൂടെ. കാരണം ഇവന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട വൈഫ് രണ്ടുപേരും വന്നോ? രണ്ടുപേരില്ല, ഒരാളെ ഉള്ളൂ. അല്ല സാറേ, ഇവന്റെ പണ്ടത് സോ ബഡ്ജറ്റ് സാർ ചോദിച്ചു പോകും. കേക്ക് മുറിക്കാണ്. കേക്ക് മുറിക്കാം അല്ലേ? നീ എന്തിനാ എപ്പോഴും ലെഫ്റ്റ് ആയി പോണത്? എന്താ കാര്യം? സമയമില്ലാന്നേ. അതുകൊണ്ട് ലെഫ്റ്റ് ആവണോ? ബാക്കിയുള്ളവർക്കൊക്കെ സമയമുണ്ടോ അവിടെ? അതല്ല സാറേ, ഇവര് ഈ മെസ്സേജ് വിടുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ. അത് വീട്ടിൽ ഇരുന്നല്ലേ കാണേണ്ടത്. നമ്മള് കളിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ചില വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തെറ്റൊന്നും കാര്യമൊന്നുമില്ല. അത് തന്നെയല്ല, മിനിയൊന്നും ഇതുവരെ സിനിയുടെ അടുത്ത് പോലും വന്നിട്ടില്ല. മിനിയുടെ പേര് പോലും. ആരെയൊക്കെ പറഞ്ഞാലും മിനിയെ എല്ലാരും പറഞ്ഞൂല. രണ്ടുപേരെയും കൂടെ രണ്ടുപേരെയും കൂടെ ഞാൻ പൊക്കി. അയ്യോ കാണിച്ച അത് നീയാണ് ചെന്ന് പറഞ്ഞു കൊടുത്തത്. കഥ പറയാൻ പോയെന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കൂന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ വന്നത്. ഇനി എനിക്ക് ഉറക്കം കാണത്തില്ല. എന്റെ ഉറക്കം ഇനി മിനിയെ കണ്ടപ്പോ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ആണോ? കേക്ക് കെട്ടിയതാലോ? നിങ്ങൾ കട്ടിയല്ലേ? നിങ്ങളാണ് കെട്ടിയത്. പിന്നല്ലാതെ വരൂ. അടുത്ത ഭാര്യയുള്ള കാര്യം പറഞ്ഞു. കുറച്ചുകൂടെ ആണോ? കുറച്ചുകൂടെ. അപ്പോഴേ ഇന്ന്
ഇവരുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇവിടെ വെച്ച് ആഘോഷിച്ചു അല്ലേ? അപ്പൊ അവർക്ക് എന്തായാലും നമ്മുടെ അടുത്ത് നന്ദി കാണൂലേ? ആ നന്ദി പ്രകാശിപ്പിക്കാൻ ആരായിരുന്നു വരുന്നതെന്ന് നിങ്ങൾ തന്നെ പറയേ. നമ്മുടെ സിനി വരും. പറഞ്ഞോ. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ. വൈനാണ് വേണ്ട. ഓക്കെ, വൈന് കുടിക്കൂലേ? വേണ്ടേ, കുടിക്കത്തില്ല. വെഡിങ് ആനിവേഴ്സറി എല്ലാവരും സന്തോഷം. പണ്ടത്തെ കിഴങ്ങാണോ ഇപ്പോഴും? എങ്ങനെയല്ല വിചാരിക്കുന്ന കണക്കുള്ളതൊന്നുമില്ല. വിചാരിക്കുന്ന കണക്കല്ല, നിന്നെ എനിക്ക് പണ്ടേ അറിയാം. ഒരുപാട് ആളുകൾക്ക് ശേഷം കണ്ടല്ലേ സാറേ? ആണ്, നീ ചിരിച്ചോണ്ട് നിൽക്കുകയും ചെയ്യും. അന്നത്തെ അമർ ചിത്ര കഥ ഞാൻ മറക്കൂല. നീ താമസിച്ചല്ലോടാ കെട്ടിയേ? താമസിച്ചൊന്നും അല്ല, പക്ഷേ നിനക്ക് നല്ല പ്രായവും നിന്റെ ഭാര്യക്ക് പ്രായം കുറവും. ഞാനേ അങ്ങനല്ല സാറേ, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത് നല്ല പെണ്ണ് വരും? അല്ല, അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ബോംബെക്ക് പോയായിരുന്നു. ഓ, മിസ്സായി പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്ത് ചെയ്യാൻ? നിന്റെ ഹസ്ബൻഡ് വന്നില്ലേ? ഇല്ല ഇല്ല വന്നില്ല. കണക്കൂട്ടി തന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നില്ല, പിള്ളേരെ കൊണ്ടുവന്നില്ല, ഇങ്ങ് പോകും. മക്കളോ? ഇല്ല ഇല്ല അവരവിടെ. അന്നേരം നമ്മൾ ട്രിപ്പിന് പോവാം. ഇപ്പൊ ട്രിപ്പിന് പോകാനായി. നമ്മൾ പണ്ട് ക്ലാസ് റൂമിൽ നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ലതയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കുഞ്ഞു കളികൾ, കസേര കളി, അത്തരത്തിൽ എന്തെങ്കിലും ഒരു കളി സാറിന് ഒന്ന് കാണണമെന്നൊരാഗ്രഹം. തീർച്ചയായും. ആദ്യം സാറ് പറയുന്ന ഏതാണ്? കസേര കളിക്കാം. പോയി. നീ എന്താണ് പ്ലാൻ ചെയ്തെടുത്താ? സംഭവം അങ്ങനൊക്കെ സെറ്റ് ആണെന്ന് തോന്നുന്നു. വേണ്ടടാ, ഇനി അതുകൂടെ കാണാനുള്ള പരിസ്ഥിതി നമുക്കില്ല. അതിന് നീ തന്നെ ജയിക്കും. അങ്ങനെ നിൽക്കട്ടെ, അതിന് നീ തന്നെ ജയിക്കുമെങ്കിൽ അതെ, ഒരു കളിയും കൂടെ കളിക്കാം. ഏതാന്ന് പറ. മുന്തിരിങ്ങ ഇരിപ്പുണ്ടല്ലോ നമുക്ക്. സാറേ മറ്റേ മുന്തിരിങ്ങ വെച്ചുള്ള കമ്പിനകത്ത് കുത്തി. പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്ത് സാറേ ഓർമ്മയുണ്ടോ? പക്ഷെ അപ്പൊ രണ്ട് പേരുകൾ മാത്രം. നിങ്ങൾക്കിത് പ്രാന്തായി വൈത്തക്കാലത്ത്. ആഗ്രഹമല്ലേ? കടിക്ക് എന്റെ വീഡിയോ എടുക്കണോ? വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട. അത് നമ്മള് കളിക്കുള്ള ഇതാണ്. വീഡിയോ നമുക്ക് എടുക്കുന്നുണ്ടല്ലോ. എടുക്കുന്നുണ്ട്, വേണ്ട അത് അയച്ചു തരാം, ഗ്രൂപ്പിലിടാം. ഓക്കെ, ഇനി ലെഫ്റ്റ് ആവരുത്. ഗ്രൂപ്പിലിട്ടാ പിന്നെ ആര് ഗ്രൂപ്പ് ഉണ്ടോ അവന്? അല്ല ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടിടാം. അല്ല, ആഡ് ചെയ്ത് ലെഫ്റ്റോ എത്ര പ്രാവശ്യം ഇത് സാറേ സത്യം പറഞ്ഞാൽ ഇവര് പരസ്പരം ഗ്രൂപ്പ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും വാ. പോ അങ്ങോട്ട് പോ. ഇത് സംഭവം മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചുതരാം. എടാ റജി, പിന്നെന്തിനാ ഈ പാവപ്പെട്ട കൊച്ചിനെ കൊണ്ടുവന്നത്? നിങ്ങളെ കുത്തെടുക്കണം. എല്ലാം നീ തന്നെ ചെയ്യാനല്ലോ. ഇതിപ്പോ അങ്ങോട്ട് മാത്രം കൊടുക്കാൻ ഇറങ്ങട്ടെ സാറേ? ഓ തുടങ്ങിക്കോ. സാർ നോക്കിയിരുന്നോണോ? ഓ, എനിക്ക് കാണാൻ പറ്റും. ഇത് നിന്റെ ഭാര്യയെ വിളിക്കേ. കേൾക്കുന്ന പോലും കേട്ടോ. റജി മതിയടേ, റജി മതിയാക്കണേ. ഒരെണ്ണോടെ റജി മതിയാക്കണേ. റജി മതിയാക്കണേ. റജി നിങ്ങൾ ജയിച്ചു, മതി. റജി മതിയാക്കണേ. റജി മതിയാക്കണേ.
രജി നിനക്ക് എന്താണ് പറയാനുള്ളത്? നന്ദി പ്രകാശനം. അല്ല ഇതുപോലെ വേറെ വല്ല കളികളുണ്ടോ സാറേ? ഇത് നന്ദിയല്ല സാറേ ഇത് പറയേണ്ടത്, പറഞ്ഞാൽ തീരത്തില്ല. ഇതിനകത്ത് ജയിക്കണമെങ്കിൽ ഒരു പ്രത്യേക വികാരം വേണ്ട സാറേ. ഇതൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കണോ? ഇവരൊക്കെ എങ്ങാണ്ട് ഇതിനകത്തുണ്ടോ? 97, 98 തുടങ്ങി ഇപ്പൊ 2028 വർഷമായി. അത് ഇവനെ വേണം തല്ലാൻ. ഇവളുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവളോട്ട് വരുമായിരുന്നു സാറേ. അവസരം നഷ്ടപ്പെടുത്തിയില്ലേ? നിന്റെ സ്വഭാവം കുട്ടിക്ക് മനസ്സിലായി. നീ എന്താണെന്നും ഏതാണെന്നും വ്യക്തമായിട്ട് മനസ്സിലായി. സാർ അങ്ങനെയല്ലല്ലോ, 28 വർഷത്തിന് ശേഷം കാണുന്നില്ല. എല്ലാരെ ഇത് പഴയ സ്കൂളല്ല, ഫാമിലി ഇരിപ്പുണ്ട്. വീണ്ടും വീണ്ടും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലുണ്ട്. അല്ലല്ലേ, അന്നും ഞങ്ങൾ ലതയോടും മിണ്ടും, ഡോക്ടറിന്റെ അടുത്തും മിണ്ടും. പക്ഷെ ഞങ്ങള് തമ്മില് ഇച്ചിരി അധികം പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അയ്യോ തിളച്ച കഥയൊക്കെ മോളറിഞ്ഞ ഇന്ന് ഇവിടെ ഡൈവോഴ്സാ. ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ നമുക്ക്? ഫോട്ടോ എടുക്കണം. അതാ പറഞ്ഞ റീൽസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ചിരിക്കി ഇതെല്ലാം പിന്നെ നിന്റെ ഭർത്താവ് കണ്ടിട്ട് ഇവിടെ വന്ന് നടന്ന് അവിടെ പിന്നെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അവർക്കും ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ. എന്നാലും ഇതൊക്കെ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്ത് ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. പക്ഷെ അത് മോശം കേട്ടാ. അത് ഇഷ്ടമല്ലാത്ത പറഞ്ഞോട്ടോ, ഞാൻ അങ്ങോട്ട് സംസാരിക്കാം. എന്താ കാര്യം പറ. ബോംബെക്കും കൊടുക്കും. അത് ഇഷ്ടമല്ലാത്ത അവര് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് മാറി, നീ ഇങ്ങ് മാറി. കുറച്ചാളുകൊണ്ട് കാണാതിരുന്നിട്ട് നീ അവിടെ ഇരിയെന്നോടെ അവിടെ ഇരി. അവിടെ ഒരു ഫുഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് പോവാം. സാറ് കേട്ടോ, നീ എന്താടാ കാണിക്കുന്നത്? അല്ല സാറേ, ഞങ്ങള് പഴയകാല സുഹൃത്തുക്കളല്ലേ സാറേ. അതൊരു പിന്നെ എനിക്കുണ്ടല്ലോ സുഹൃത്തുക്കള്, ഇങ്ങനെ ഉണ്ടോ? ജീവിതത്തിൽ ഞാൻ ഇത്ര ഇൻസൾട്ട് ചെയ്തത് ഇവിടെ വളരെ മോശം. നിന്റെ മുമ്പ് വെച്ച് അവളാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നീ സഹിക്കോ? എന്തു ചെയ്തു സാറേ? അല്പനേരം കുറച്ചു നേരം വീഡിയോ ഉണ്ട്, റജി വീഡിയോ ഉണ്ട്. അല്ല, അത് ആ കൊച്ചിനൊരു ഇഷ്ടം തോന്നി എടുക്കാൻ വേണ്ടി. നീ മര്യാദക്ക് സംസാരിക്കും. ആൾക്കാരും വെച്ച് മാനം കെടുത്തരുത്. നിങ്ങൾ സംസാരിക്കും. റജി വണ്ടി ഇനി മോശത്തരം കാണിച്ചാല് ഞാൻ പഴയ സാറാവും മാറുമോ? എന്തിനാണ് ഇതിനായിട്ട് ഞാൻ പറഞ്ഞല്ല ഞാൻ വരത്തില്ലെന്ന്. അന്നെ ഇഷ്ടത്തിന് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ല. അണ്ണ എന്റെ സുഹൃത്തുക്കൾ ഇതുവരെ സഹകരിക്കുന്നതിന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇത് എനിക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇയാൾ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ. തെറ്റിച്ചത് തന്നെ. റജി അവിടെ ഇരുന്ന് ഇത് അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ഒരു വിഷയമൊന്നും ഇല്ല സാറേ. മോളോട് തെറ്റിദ്ധാരണയാ. നീ എന്റെ അടുത്ത് എന്താ സംസാരിച്ചപ്പം? നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഏതൊരു വിധ വിഷയമില്ലെന്ന് കണ്ടിട്ടാണ് ഇത്രയും പേരെല്ലാം കൂടെ കൂടി വന്നത്. നീ ഇപ്പൊ എന്തോ പറയുന്നേ? അല്ല സാർ, ഞാന് ഇപ്പോ കുറച്ച് നാളായിട്ട് ഹസ്ബൻഡായിട്ട് സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയല്ലല്ലോ ഇവിടെ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞത്. അല്ല, അതിപ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. നിക്ക് മോളെ, എനിക്കിതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. മാനം കെടുത്തരുത്. സാറ് പറയുന്നത്, മോളെ പഠിപ്പിച്ച ഒരു സാർ, ഒരു അധ്യാപകൻ പറയുന്നത് വിചാരിച്ചാ മതി. നീ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്തോ? അല്ല, ഇപ്പൊ 1 വർഷത്തോളമായി നമ്മള് തമ്മിൽ സെപ്പറേറ്റ് ആയി ഡിവോഴ്സ് ഇത് നടക്കുവാണ്. റേജി നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ മോള് പോലും അറിയാതെ നീ എവളെ ചാറ്റ് ചെയ്യുകയും നീ വിളിച്ചു വരുത്തുകയും ചെയ്തില്ലടാ ദ്രോഹി. ഈ ഭാര്യയും കൊച്ചുള്ള നിനക്കിത് ആരോടാടാ നീ കാണിച്ചത്? ഈ പാപം നീ എവിടെ കൊണ്ട് ഒഴുക്കോടാ നീ? ഞാൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വരാം, ബോംബെയിലോട്ട് വരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വരാം.
എടാ നീ ആള് കൊള്ളാലോടാ ദ്രോഹി. അതാണ് നേരത്തെ സാറേ ഞാൻ പറഞ്ഞ ബോംബെ അങ്ങനെയൊക്കെ പോണ ആരൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞു. പോണോന്നൊന്നും ഇല്ലായിരുന്നു സാറേ. ഇവിടെ വരുന്നുണ്ടെന്ന് കണ്ട് പരിചയം പുതുക്കിയിട്ട് വേണമെങ്കിൽ പോകാലോ എന്നൊക്കെ ഉള്ള ഒരു ധാരണയില്ല. വേണമെങ്കിൽ പോന്ന് നിനക്ക് അല്ല സാറേ, ഉണ്ടല്ലോ അങ്ങനെയല്ല. പഴയ സാറായിട്ട് പറഞ്ഞ നിന്നെ ചെരുപ്പെടുത്തടിക്കട്ടെ കേസാ കേട്ടോ. മാനക്കേടാടാ നീ എന്റെ ഒരു വിദ്യാർത്ഥി എന്ന് പറയാൻ അവര് തമ്മിൽ എന്തോ പിണക്കമുണ്ടെന്നൊക്കെ പറഞ്ഞത് വൈഫ് നിങ്ങൾ തമ്മിൽ എന്തോന്ന് നമ്മളെ പ്രശ്നം? അല്ല നീ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ അത്ര ഇത് ടേംസിലല്ല, മിക്കവാറും എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആരുമായിട്ട്? റെജി എടാ ഇതിനേക്കാൾ ഈ കൊച്ചിനെ കൊന്നു കളയാത്തണ്ടടാ നീ. അപ്പൊ നീ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലടാ. മിണ്ടായിരിക്കും ഇവിടെ മോളവിടെ ഇരിക്ക്, മോളവിടെ ഇരിക്ക്, മോളവിടെ ഇരിക്ക്. ഇവിടെ ഇന്നുണ്ട് പറഞ്ഞാൽ ഇപ്പൊ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെല്ലുന്നുണ്ടെ പിന്നെ ഇതിന്റെ പേര് വീണ്ടും വഴക്കുണ്ടാവും. അല്ല ഇതെന്ത് വഴക്ക്, എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെയൊക്കെ കാണാനില്ലേ ഫോട്ടോ എടുത്ത്? നീ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല. അപ്പൊ നീ ഞാൻ വിളിക്കും വന്നാൽ നിങ്ങൾ ഇരുന്ന് സംസാരിക്കും. മുന്തിരി എടുത്ത് കടിക്കുന്നു, കേക്കെടുത്ത് വായി വെച്ച് കൊടുക്കുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എവിടാ പോണേ? ഇത് ഇവിടെ പറഞ്ഞ് തീർത്തിട്ട് പോണം. ഇവിടെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ തീർത്തിട്ട് പോണം. അമ്മയെ വിളിക്കരേ, ഞാൻ എന്തിനെ വിളിക്കേ? രജനീകാന്തിനെയും ധനുഷിനെയൊക്കെ വിളിക്കുന്ന പിന്നീട് ആദ്യം ഇവിടത്തെ ക്ലിയർ ചെയ്യും. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവർ തമ്മി ഒന്നിക്കട്ടെ. എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ലല്ലോടെ. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ വരുവോ? നീ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ അങ്ങനെ വരുമോ? എന്റെ അടുത്ത് ഇതാണ് പറഞ്ഞോണ്ടാണ്. അവർ തമ്മിൽ സംസാരിക്കട്ടെ. അവർ തമ്മിൽ സംസാരിക്കട്ടെ. രജി നീ കാണിക്കുന്നുണ്ടല്ലോ. നീ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാടാ. എന്തായാലും നിങ്ങള് ഇവര് വിളിച്ചതിനെക്കാട്ടി റെജി പറഞ്ഞിട്ടാ ഞാൻ വന്നേ. നമ്മൾ സ്കൂളിൽ ഇവർ തമ്മിൽ റിലേഷൻ ആയിരുന്നു, പല പല സാഹചര്യങ്ങൾ കാണാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ തമാശയിൽ ഇവര് ഇത്രത്തോളം നിനക്ക് എന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നീ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും റെജിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് എന്റെ അടുത്ത് ഇത് കണക്ക് പറഞ്ഞത്. ഈ നമ്പരൊന്നും വിളിക്കുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസമാണ്. ഇപ്പൊ എന്റെ കണ്ണി കാണുമല്ലേ, ഞാൻ വിശ്വസിക്കാതിരിക്കാനും പറ്റുമോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ പ്രശ്നം എന്തിനാ തിരക്കുന്നത്? അല്ല എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഭയങ്കര വിഷയമാണ്, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ആള് സെപ്പറേറ്റഡ് ആയിട്ട് നിക്കുകയാണെന്നാ പറഞ്ഞത്. അല്ലെന്നാ വൈഫ് പറയല്ലേ, ഭയങ്കര വഴക്കാളിയാണെന്നാണല്ലോ പറഞ്ഞത് വൈഫ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, ഒരബദ്ധം പറ്റിപ്പോയെന്നാ പറഞ്ഞു. അവനെ വിളിക്ക്, ഇനി അവരിരുന്ന് സംസാരിക്കട്ടെ. എടാ നീ വാ, ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകാം. ഇവള് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് കുന്നേലോട്ടാ നിങ്ങളുടെ വീട്ടിലോട്ടാ പോത്തോളൂ. നമ്മുടെ വീട്ടിലോട്ട് പോവാം. നിങ്ങളുടെ വീട്ടിൽ പോകുന്നതിന് അമ്മയെ വിളിക്കും, നിങ്ങളുടെ അനിയനെയും വിളിക്കും ഞാൻ. എനിക്ക് ഇവളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. എനിക്ക് എന്താന്ന് വെച്ചാൽ ആദ്യം സിനിയോട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കട്ടെ. എന്താണ് തീരുമാനിച്ചിട്ട്? ഇത് വഞ്ചിക്കാനാണെങ്കിൽ നേരത്തെ ഇത് വഞ്ചിക്കാണോടാ? പിന്നെന്തോ ഇതെന്ത് നല്ല കാര്യമാണോ? പിന്നെന്തോ ഇനി നിങ്ങളെ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഇനി പേടിച്ച് നിൽക്കത്തുമില്ല. എനിക്കിനി പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ ഒരാളിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്താലോ, ഈ സാധനം കുത്തി വായിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ നിങ്ങൾ സഹിക്കുമോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇതൊന്ന് കുത്തിന്ന് വായിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് അപ്പുറത്ത് ഇന്നൊരു ചെയ്തില്ലേ? സംസാരിക്കുമല്ലേ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. അത് കേക്കട്ടെ പറഞ്ഞിട്ട് ആ കൊച്ചി ഞാൻ പോവേന്ന് നിക്കുന്നു. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പോവാം. നിക്ക്, ഇതൊന്ന് പരിഹരിച്ചിട്ട് പോവാം. എത്രത്തോളം വിഷമം ഉണ്ടെന്നുള്ള രീതിയിലായി പറയുന്നേ. ഇയാൾക്ക് ഇങ്ങനെ ഇത്രയും തെറ്റ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾ എന്താ ഇവിടെ രജി, എന്തോ തീരുമാനം ഇപ്പം?
ഈ കുട്ടിയുടെ കൂടെ പോകുന്നോ ആ കുട്ടിയുടെ കൂടെ പോകണോ, മിനിയുടെ കൂടെ പോകുന്നോ സിനിയുടെ കൂടെ പോകുന്നോ? സാർ എന്തൊരു ചോദ്യം സാറേ ചോദിക്കുന്നത്? അല്ല പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പിന്നെന്തോ എനിക്ക് വേണ്ട. പുതിയൊരു ഉടുപ്പാട്ടോ സാറേ, ഇന്നത് കീറുകയും ചെയ്തു. എന്തോ കണ്ടോ വലിച്ചു പിടിച്ചോ? പിന്നെ ഞാൻ വലിച്ചു പിടിക്കാതിരിക്കും കയ്യിരിപ്പതല്ലേ. പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒരു സമാധാനം തരത്തില്ല, സ്വസ്ഥത തരത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഭയങ്കര സംശയമൊക്കെയാണെന്ന്. ഇതാ ഏതെങ്കിലും ഒരു പെണ്ണ് സഹിക്കൂ? നിനക്കായാലും സഹിക്കാൻ അതെങ്ങനെ ഡൈവേഴ്സ് ആക്കിയല്ലേ? ആ ഭർത്താവിനെ ബോംബെയിൽ ഡൈവേഴ്സ് ആക്കി എല്ലാം ഒരു കുടുംബം കൂടെ ഇല്ലാതാക്കിയിട്ട് അങ്ങ് പോവാ. അപ്പൊ നിന്റെ തീരുമാനം പറ, സിനി വേണോ മിനി വേണോ, മിനി വേണോ സിനി വേണോ? അല്ല അതാ ചോദിക്കുന്നത്. അപ്പം തീരുമാനിക്കട്ടെ, രജി തീരുമാനിക്കട്ടെ. പറയും സാറേ, അത് ഞാൻ ഇവക്കടുത്തൊന്ന് സംസാരിക്കാനുള്ള സമയം. അതിനകത്ത് എന്റെ കുഞ്ഞുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ സാർ ചിന്തിക്കാത്ത? അതിന്റെ ചങ്ക തളരുകയല്ലയോ സാർ? ചിലരാണോ? പിന്നെ ശരി, അങ്ങനെയെന്നുണ്ടെങ്കിൽ നോക്കണം. സിനി ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ചങ്ക് തളരേണ്ട കാര്യമില്ല. ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കൗമുദി ടിവിയുടെ ഓമൈഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രാങ്ക് ഷോയാണ്, അല്ലാതെ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ വന്നേന്നും അല്ല. നിങ്ങൾ തന്നെ എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. അവർക്ക് അവരുടെ ഭർത്താവുണ്ട്, കൊച്ചുണ്ട്. അപ്പൊ എനിക്ക് അയാൾ വിടത്തുമില്ല എന്നെ വരണമെന്ന് വെച്ചാലും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കൊച്ചുമായിട്ട് നാളെ ജീവിക്കാം. ക്യാമറ അങ്ങോട്ടാണ്, അങ്ങോട്ട് ക്യാമറ വന്നു. നിന്റെ മാത്രം ഭർത്താവ് കേട്ടാ. അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷവും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ.